തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഈ തിരുവചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ദൈവസ്നേഹമാകുന്ന ഈശോയെ പകർന്നു നൽകുവാൻ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നും വൈവിധ്യവും വ്യത്യസ്തതകളും നിറഞ്ഞ കലകളും തനതായ പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്കായി ഒരുക്കിയ മേച്ചിൽപ്പുറങ്ങൾ കാണുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുവദിച്ചു. അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ നയിച്ച ദിനങ്ങൾ എത്രയോ അത്ഭുതാവഹമായിരുന്നു. വിമലയുടെ സ്വന്തമായ ആവില മിഷന്റെ ആസ്ഥാന നഗരമായ അഹമ്മദ്നഗറിലേക്ക് കടന്നുവന്ന ഞങ്ങളെ പുഞ്ചിരി നിറഞ്ഞ വചനങ്ങളോടെ, അതിലുപരി സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങളോടെയാണ് മിഷൻ ഭവനം സ്വീകരിച്ചത്. ഒരു പുത്തൻ അനുഭവത്തിനായി ഞങ്ങളെ ഒരുക്കുകയും ക്രിസ്തുവിനെ പകരാനുള്ള ഞങ്ങളുടെ ആദ്യ ചുവടുകളെ തീക്ഷ്ണതയുള്ളതാക്കി മുന്നേറുവാനായി ഞങ്ങളുടെ ആവില മിഷൻ കുടുംബത്തിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും വിൻസേഷ്യൻ സമൂഹത്തിലെ ബഹുമാനപ്പെട്ട വൈദികരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യ ദിനം തന്നെ ദിവ്യകാരുണ്യ തണലിലിരുന്ന് കരുത്താർജിക്കുവാനും ഞങ്ങളുടെ ഭാഷാ പ്രശ്നത്തെ ലഘൂകരിക്കാൻ ലഭിച്ച മറാഠി ക്ലാസുകളും ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. ഉയർന്ന ഗോപുരങ്ങൾ പോലുള്ള നാട്ടിലെ ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാഥൻ്റെ സ്നേഹബലി ഒരു കൊച്ചു സ്ഥലത്ത് അർപ്പിക്കപ്പെട്ടപ്പോൾ ദൈവസ്നേഹം വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഒഴുകിയിറങ്ങിയ നിമിഷങ്ങളായിരുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരങ്ങളാകുന്നു എന്ന തിരുവചനം മാംസം ധരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ക്രിസ്തുവിനെ അറിയാത്ത ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുവാൻ കാണിക്കുന്ന തീക്ഷ്ണതയും അതിനു വേണ്ടിയുള്ള സമർപ്പണവും ഞങ്ങൾക്ക് ഉത്തേജനം പകർന്നു തന്നു. ക്രൈസ്തവ വിശ്വാസം പുതുനാമ്പുകൾ തളർത്തു വരുന്ന നഗറിലെ വിശ്വാസ സമൂഹത്തിൽ നിന്നും വിഭിന്നമായ ഒരു അന്തരീക്ഷവും അനുഭവങ്ങളുമായിരുന്നു ബാവറത്തിലെ മൊട്ടക്കുന്നുകൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത്. വില്ലേജ് മിഷന്റെ നേർക്കാഴ്ച വരച്ചു കാട്ടുന്ന ദിനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. മൊട്ടക്കുന്നുകളും നാടൻ വഴികളും പുഴകളും മലകളും ആട്ടിൻ പച്ചവും ഇടയനും നോക്കത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന കൃഷിയിടങ്ങളും കൊണ്ട് സമ്പന്നമാണ് വാവരത്ത് ഗ്രാമം. ഇവിടെ സ്നേഹനാഥന്റെ കരവിരുതും സ്നേഹസ്പർശനവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഹോസ്റ്റലിലെ കുട്ടികളോടൊപ്പമുള്ള അനുദിന ദിവ്യബലിയും പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയോടെ സന്തോഷത്തോടെ തങ്ങളുടെ സമർപ്പിത ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സും അവരോടൊപ്പം നൂതനങ്ങളായ രീതിയിലൂടെ കുട്ടികളുടെയും നാടിൻ്റെയും ഉന്നതിയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ടിൻസൺ അച്ഛനും ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നു. ഇവരോടൊപ്പം യേശുവിനെ പകരാനായി ഞങ്ങളും അവരിൽ ഒരാളായി ആടിയും പാടിയും വചനത്തിന് സാക്ഷ്യമേകാൻ ശ്രമിച്ചു. സമർപ്പിത ജീവിതങ്ങളെ ഏറെ ബഹുമാനിക്കുകയും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഏവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു നല്ല ഇടയന്റെ മനസ്സുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇവരിലൂടെ ഞങ്ങളുടെ സമർപ്പണത്തിന്റെ ശ്രേഷ്ഠത എത്രയോ വിലയുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ, നന്ദി നിറഞ്ഞ ഹൃദയങ്ങൾ തമ്പുരാനിലേക്ക് ഉയർത്തുവാൻ ഏറെ സഹായകമായി. വേണ്ടത്ര യാത്രാ സൗകര്യമില്ലാത്ത വെള്ളവും വെളിച്ചവും പരിമിതമായ ഈ ഗ്രാമത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഏറെ ത്യാഗത്തോടെ യേശുവിന്റെ കാരുണ്യത്തിന്റെ മുഖമാകാൻ കടന്നുവന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കാനും അവരുടെ അധ്വാന ഫലം ആസ്വദിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയും അനേകം ആത്മാക്കളിലേക്ക് സുവിശേഷത്തിന്റെ വെളിച്ചം പകർന്നേകാൻ ഇവരെ ദൈവം എടുത്തുയർത്തട്ടെ. അഗതികൾക്ക് ആശ്വാസവും ആരുമില്ലാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് സങ്കേതവും നൽകി യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായി വർത്തിക്കുന്നതാണ് ശ്രീരാംപൂരിലെ ഏവുപ്രാസ്യ കാരുണ്യ ഭവൻ. ചുരുങ്ങിയ സമയം മാത്രമാണ് ഇവിടെ ചിലവഴിക്കാൻ സാധിച്ചതെങ്കിലും പ്രായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് നടുവിലും
എല്ലാം മറന്ന് ചുറുചുറുക്കോടെ ഞങ്ങളുമായി സന്തോഷം പങ്കിടാൻ അവർ ഉത്സാഹവതികളായിരുന്നു. ഇവിടുത്തെ സിസ്റ്റേഴ്സിലൂടെ തങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിലൂടെ, കരുതലിലൂടെ യേശുവിൻ്റെ മുഖം നേരിൽ കാണുവാൻ ഇടയാകുന്നുവെന്ന് പങ്കുവച്ചത് ഞങ്ങളെ ഏറെ സ്പർശിച്ചു. യേശുവിൻ്റെ കാരുണ്യ സ്പർശനമായി മാറുവാൻ ഇനിയും ഈ ജീവിതങ്ങൾക്ക് ഇടയാകട്ടെ. വിദ്യാഭ്യാസ പ്രേഷിതത്വത്തിൻ്റെ നൂതന മാർഗങ്ങൾ തുറന്നു വെച്ച് യാതൊരു വേർതിരിവും ഇല്ലാതെ എല്ലാ മക്കളെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി ചേരി പ്രദേശങ്ങളിലും യേശുവിനെ നൽകുന്ന യഥാർത്ഥ മിഷൻ ചൈതന്യം തുടർന്നു കൊണ്ടുപോവുകയാണ് ജലഗാവിലെ സെൻറ്റ് തെരേസാസ് കുടുംബാംഗങ്ങൾ. സന്യസ്ത ജീവിതത്തിനു നേരെ വെല്ലുവിളികൾ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിലും ഏതവസ്ഥയിലും സധൈര്യം യേശുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ഇവരുടെ ശുശ്രൂഷകൾ വഴി അനേകം മക്കളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം കോറിയിടാൻ, ആശ്വാസമാകാൻ ഇടയാകുന്നത് കാണുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. കുഞ്ഞുമക്കൾ വഴി കുടുംബങ്ങളിലേക്ക് ഇറങ്ങി യേശുവിൻ്റെ സ്നേഹം ഉൾഗ്രാമങ്ങളിലേക്ക് പകരാൻ കാണിക്കുന്ന തീക്ഷ്ണതയും, റിമാൻഡ് ഹോമിലെ ശുശ്രൂഷയും ഫ്രീ ട്യൂഷനും വഴി കുരുന്ന ഹൃദയങ്ങളിൽ അക്ഷര വെളിച്ചത്തോടൊപ്പം യേശു സ്നേഹവും പകർന്നു നൽകുന്നത് ഏറെ പ്രചോദനാത്മകമായിരുന്നു. ഓരോ വില്ലേജ് വിസിറ്റും വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു. ആദിവാസി വിഭാഗത്തിലുള്ളവരുടെ സ്കൂൾ സന്ദർശനവും അവരുടെ ഗാവിൽ കൂടി ഞങ്ങൾ നടത്തിയ യാത്രയും മിഷൻ പ്രദേശത്തിൻ്റെയും ഗ്രാമീണ ജീവിതത്തിൻ്റെയും മറ്റൊരു മുഖം കാണുവാനിടയായി. വൈവിധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഭാരതത്തിലെ പരമ്പരാഗത ആചാരങ്ങളും സാംസ്കാരിക രീതികളും കാണുവാനും ദൈവത്തിൻ്റെ അത്ഭുത കരവേലയായ പ്രകൃതിയുടെ വിസ്മയങ്ങൾ അനുഭവിക്കുവാനും ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കി. നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിന് പുറകിൽ അവഗണിക്കപ്പെടുന്ന ധാരാളം മനുഷ്യ ജീവിതങ്ങൾ ഇന്നിന്റെ മധ്യത്തിൽ വസിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഈ മിഷൻ യാത്ര ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ നിർധന കുടുംബങ്ങൾക്ക് ആശ്വാസമായി തങ്ങളാൽ ആവും വിധം സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്ന ഇവരുടെ ജീവിതങ്ങൾ സന്യാസത്തിലെ മിഷൻ മാധുര്യം നുകരുവാൻ ഞങ്ങൾക്ക് സഹായകമായി. ഇവരിലൂടെ ഇനിയും സർവശക്തൻ മഹത്വപ്പെടട്ടെ. അതിനായി പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടട്ടെ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന തിരുവചനം ഹൃദയത്തിൽ കോറിയിട്ട് ആത്മാക്കളുടെ രക്ഷ ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ജീവിതങ്ങളാണ് വിമല പ്രോവിൻസിൻ്റെ സ്വന്തമായ ആവില മിഷൻ. പ്രണിധാനത്തിലൂടെ നീ എന്നോട് ചേർന്നിരിക്കുക, കർമ്മത്തിലൂടെ നീ എനിക്ക് അർപ്പിതയാവുക എന്ന CMC ക്യാരിസം ജീവിക്കുവാൻ പ്രാർത്ഥനയുടെ നല്ല നിലത്തിൽ വേരുറപ്പിച്ച് സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി അനേകായിരങ്ങൾക്ക് ജീവൻ്റെ വചനത്തെ ഇവർ പകരുന്നു. തങ്ങൾ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ കണികകൾ ശാരീരികവും മാനസികവുമായി വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് നൽകി സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതിരൂപമായി ഈ ചെറിയ അജഗണം തങ്ങളുടെ അർപ്പിത ജീവിതം നയിക്കുന്നു. ആവില മിഷനിലെ എല്ലാ മദറുമാരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ഏറെ നന്ദിയോടെ ഓർക്കുമ്പോൾ ഇനിയും അത്യുന്നത ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ ജീവിതങ്ങളെ വഴി നടത്തട്ടെ എന്നും അവിടത്തേക്കായി ആത്മാക്കളെ സ്വന്തമാക്കുന്ന തീക്ഷ്ണതയാർന്ന മിഷണറിമാരായി ജീവിക്കുവാൻ നല്ല ദൈവം നിങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷൻ എക്സ്പോഷർ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് അവസരം നൽകി അതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞയച്ച സ്നേഹബഹുമാനപ്പെട്ട പ്രൗംശാളമ്മയ്ക്കും കൗൺസിലർ സിസ്റ്റേഴ്സിനും സ്നേഹപൂർവകമായ നന്ദി. മിഷൻ ഹൗസിൽ ഞങ്ങൾ എത്തിയ നിമിഷം മുതൽ സ്വന്തം അനുജത്തിമാരായി കണ്ട് ഞങ്ങൾക്കായി എല്ലാം ക്രമീകരിക്കുകയും ഞങ്ങളുടെ ഏതൊരു ആവശ്യത്തിലും കൂടെയായിരുന്ന് ഞങ്ങളെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആവില മിഷൻ സുപ്പീരിയർ സിസ്റ്റർ പവിത്രയ്ക്കും
കൗൺസിലർ സിസ്റ്റേഴ്സിനും മിഷനിലെ മറ്റെല്ലാ സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി. ഒപ്പം ഞങ്ങളുടെ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഒപ്പമായിരുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ജോസ്മി മരിയയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഓ ദൈവമേ, നീ നടത്തിയ വഴികൾക്ക്, നീ ചെയ്ത പ്രവൃത്തികൾക്ക്, ഞങ്ങളിലൂടെ ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി. ദൈവമേ, നന്ദി. വിഷയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.